ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ശീതകാല പച്ചക്കറി വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ എങ്ങനെ നമുക്ക് നടാം, അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ പരിചരണം എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. ഈ ശീതകാല പച്ചക്കറി വിളകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നും നമ്മളെ കൊണ്ട് സാധ്യമാവാത്തതാണ് എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റു പച്ചക്കറികളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് ശീതകാല പച്ചക്കറികളുടെ കൃഷി. അപ്പോൾ എന്തായാലും ഇതുവരെയും ശീതകാല പച്ചക്കറികളൊന്നും ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇനി മതി വിത്തോ തൈയോ വാങ്ങി ഇത് ചെയ്യണം, പരീക്ഷിച്ച് വിജയിക്കും, ഉറപ്പാണ്. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഒരു ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അതൊക്കെ സ്വയം അനുഭവിച്ചറിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നിയോപീറ്റാണ്. നിയോപീറ്റും മണ്ണും ചാണകപ്പൊടിയും തുല്യ അളവിൽ തന്നെ ഇടണം. മണ്ണൂടെ ചേർത്ത് ഞാൻ ഈ മണ്ണെന്ന് പറയുന്നത് ഞാൻ മുമ്പ് കൃഷി ചെയ്ത ഗ്രോ ബാഗിലുള്ള മണ്ണ് ഒരു കൃഷി കഴിയുമ്പോൾ ആ മണ്ണിനെ വീണ്ടും പുറത്തെടുത്ത് ഇട്ടിട്ട് 7 ദിവസം കുമ്മായിട്ട് വെയിൽ കൊള്ളിക്കും. അപ്പോൾ കുമ്മായിട്ട് വെയിൽ കൊള്ളപ്പോഴത്തേ മണ്ണിൻ്റെ അമ്ലത്വമൊക്കെ മാറിയിട്ട് മണ്ണ് വീണ്ടും കൃഷിക്ക് അനുയോജ്യമായിട്ട് വരത്തുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ മണ്ണിപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയല്ലേ, മഴ കാരണം കുമ്മായിട്ടിട്ട മണ്ണ് അത്രയും മഴ നമുക്ക് അങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്. അതിനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്യുന്നതിനോട്ട് ഇനി ചാണകപ്പൊടി കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളിത് പോട്ടിംഗ് മിക്സിനായിട്ട് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് വേപ്പിൻ പിണ്ണാക്ക് കട്ടയായിട്ടിരുന്നത് ഞാനത് മിക്സിയിൽ വെച്ച് അടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കും. അതങ്ങനെ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇത് ആഡ് ചെയ്യണം. ഇത് എല്ലുപൊടിയാണ്. നമുക്ക് അതുപോലെ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒരേ അളവിലെടുത്തിട്ട് അതിൽ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഇതാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ്. ഈ മിക്സിലോട്ട് നമുക്കിനി തൈകൾ പറിച്ച് നടാം. ഇനിയിപ്പോൾ തൈകൾ എങ്ങനെ തയ്യാറാക്കിയെന്ന് പറയാം. ഈ സമയത്ത് ഈ ശീതകാല വിളകൾ നടേണ്ട സമയത്ത് നമുക്ക് മാർക്കറ്റിലും പിന്നെ എല്ലായിടത്തും കടകളിൽ നിന്നും അതുപോലെ തന്നെ കൃഷിഭവനുകളിൽ നിന്നും ഒക്കെ ശീതകാല പച്ചക്കറികളുടെ വിത്തുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ വിത്ത് വാങ്ങിയിട്ട് നമ്മൾ ട്രേയിൽ ഇതിപ്പോൾ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും കൂടെ ചേർത്തുള്ള ഒരു മിക്സ് ഇട്ടിട്ട്
അതിൽ ആണ് വിത്ത് നമ്മുടെ കടുക് മണി പോലത്തെ കുഞ്ഞു വിത്താണ്. വിത്തിട്ടിട്ട് ഒരല്പം അതിൻ്റെ പുറത്തൊരല്പം മണ്ണ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ട് പാകി മുളപ്പിച്ച വിത്തുകളാണ്. ഈ വിത്ത് ഇതിപ്പോൾ ഒരു 1-2 പ്രായമായതാണ്. ഇപ്പോൾ നമ്മൾ പറിച്ച് നടുമ്പോൾ ഒരു 3 ആഴ്ച, ഒരു 6 ഇല പരുവം ആകുമ്പോഴാണ് പറിച്ച് നടേണ്ടത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇന്ന് പറിച്ച് നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു തൈ എടുക്കാം. ഇല കൂടെ വന്നിട്ട് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് 3 ആഴ്ചയാകുമ്പോൾ എടുത്താൽ ഒരു കുറച്ചുകൂടെ ഒരു 2 ഇല കൂടെ വരും. കുഴപ്പമില്ല, ഇതിപ്പോൾ കുഴപ്പമില്ല. ഇതിന് നമ്മളിതിൻ്റെ അപ്പോൾ നമ്മൾ ഈ മണ്ണ് പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ ഒരിക്കലും ബാഗിലായാലും ചട്ടിയിലായാലും എന്തിലായാലും അതിൻ്റെ പകുതി മാത്രമേ എടുക്കാവൂ. പകുതി ഭാഗം മാത്രമേ പോട്ടിംഗ് മിക്സ് എടുക്കാവൂ. ആ പോട്ടിംഗ് മിക്സിലോട്ട് നമ്മളിപ്പോൾ ഈ പറിച്ചെടുത്ത തൈ, വിത്തിട്ട് മുളപ്പിച്ച ഈ തൈ അതിലോട്ട് നടുവാണ്. അടിയിൽ ഞാൻ 7 തുള ഇട്ടിട്ടുണ്ട്. വെള്ളം വാർന്നു പോകാനായിട്ട് 7 തുള ഇട്ടിട്ടുണ്ട്. തുളയിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കല്ല് കഷ്ണങ്ങളൊക്കെ, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് കല്ല് കഷ്ണങ്ങളൊക്കെ വെക്കാം. ഞാനിപ്പോൾ വലിയ ദ്വാരമാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് കല്ലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തൈ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കി ഈ തൈകളെല്ലാം എനിക്കിനി മാറ്റി നടാനുള്ളതാണ്. ഇപ്പോൾ ഒരു 2 ദിവസം കൂടെ ഞാനിപ്പോൾ ഈ മണ്ണ് ബാഗിലോട്ട് ആക്കിയിട്ടില്ല. മിക്കവാറും നാളെയൊക്കെ ബാഗിലാക്കിയിട്ട് ഈ തൈയെല്ലാം ഞാൻ നാളെ തന്നെ വയ്ക്കും. മിക്കവാറും നാളെ തന്നെ പറിച്ച് നടത്തണം. ഇതിലിപ്പോൾ ക്യാബേജും ഉണ്ട്, കോളിഫ്ലവറും ഉണ്ട്. നമുക്ക് ക്യാബേജിൻ്റേതായാലും കോളിഫ്ലവറിൻ്റെതായാലും വിത്ത് മുളച്ച് വരുമ്പോഴത്തേക്ക് രണ്ടും ഒരുപോലെ തന്നെ കാണാനിരിക്കും. ഒരു വ്യത്യാസം അറിയാൻ പറ്റില്ല. ഇത് വലുതായി വന്ന് ഇലകളൊക്കെ വ്യത്യാസമാണെങ്കിൽ കുറച്ച് നമുക്ക് ഇച്ചിരി പാടാണ്. തൈ നന്നായിട്ട് വലുതാവുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. ഈ ശീതകാല പച്ചക്കറികളുടെ സമയമെന്ന് വെച്ചാൽ സെപ്റ്റംബർ മുതലാണ് സമയം തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് എന്നും മഴയല്ലേ. മഴ കാരണം എനിക്ക് സെപ്റ്റംബറിലൊന്നും വിത്തിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ടത്. മഴ എന്നാലും നല്ല മഴയുണ്ട്. ഇതിപ്പോൾ ഇട്ട് അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ വിത്ത് സ്യൂഡോമോണസിൽ, നമ്മൾ സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു മിത്ര കീടനാശിനിയാണ്, അതിൽ സ്യൂഡോമോണസിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറായി. ഈ സ്യൂഡോമോണസിൽ കുതിർത്ത വിത്താണ് ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്നത്. ഞാൻ ക്യാബേജ്, കോളിഫ്ലവർ അതും ഇതുപോലെ തന്നെയാണ്. എന്ത് വിത്ത് നട്ടാലും നമ്മൾ സ്യൂഡോമോണസിൽ കുതിർത്ത് നടുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതുപോലെ ഓരോ വിത്ത് ചെറുതായിട്ടൊന്ന് പുറത്തൊരല്പം നീക്കിയിട്ടാൽ മതി. അപ്പോൾ ഈ ക്യാബേജിൻ്റെ വിത്തൊക്കെ തന്നെ നമ്മൾ വിത്തിട്ട് ഒരു 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് മുളച്ചിന് വരും. ഇതിപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം എന്താവുമെന്ന് നോക്കാം. ഇതിനിടയിൽ ഇവയുടെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് ഒരുപാട് വളം ഇതിനാവശ്യമാണ്. ഇതിന് ധാരാളം വളം ആവശ്യമാണ്. നമ്മൾ എത്രത്തോളം വളം കൊടുക്കുന്നോ അത്രയ്ക്കും എന്നാലേ അതിൻ്റെ ഫ്ലവറും ഹെഡും ഒക്കെ വലുതായിട്ടിരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് 5ാമത്തെ വർഷമാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. ആദ്യം ഇപ്പോൾ ചെറിയ ഇതൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് 1 കിലോ വീതമൊക്കെയുള്ള ക്യാബേജും
വർഷത്തെ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമുള്ള ഫോട്ടോയുണ്ട്. ഞാൻ ആ ഫോട്ടോ ഇതിലിടാം. വീഡിയോ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അത്. അപ്പോൾ നമ്മളിനി ഇതിന് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ ചാരം ഉണ്ടല്ലോ, ചാരവും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ ഗ്രോ ബാഗിൻ്റെയിലും ചട്ടിയുടെ ആയാലും അറ്റത്ത് ഇങ്ങനെ വളമായിട്ട് ഇട്ട് കൊടുക്കണം. മണ്ണ് ഇതുപോലെ ഇളക്കിയിട്ട് ചാണകവും ചാരവും കൂടെ ചേർത്ത് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കണം. ആ വളം ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ നമ്മൾ വീണ്ടും കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ചാണകപ്പൊടിയും ചാരം പിന്നെ ഉണ്ട്, ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും ചേർത്ത് വീണ്ടും ഇതുപോലെ മണ്ണ് അതിൻ്റെ പുറത്തുകൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ അപ്പോൾ ഈ തൈ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ വളവും ഇട്ട് മണ്ണും കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നല്ല കരുത്തോടുകൂടി ചെടി വളർന്നു വരും. പിന്നെ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന വളങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് ആഴ്ചയിലൊരിക്കൽ അത് നേർപ്പിച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ കൊടുക്കാം. അതുപോലെ തന്നെ ബയോഗ്യാസ് ആഴ്ചയിലൊരിക്കൽ കൊടുക്കാം. പിന്നെ ഫിഷ് അമിനോ ആസിഡ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ചെടികളുടെ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ 2 ആഴ്ചയിലൊരിക്കൽ വളം ചെയ്തുകൊണ്ടിരിക്കണം. ആഴ്ചതോറും ആയാലും 2 ആഴ്ചയിലൊരിക്കലും വളം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എത്രത്തോളം വളം കൊടുക്കുന്നു അതുപോലെ തന്നെ അതിനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലവും. ഇതിന് വരുന്ന കീടശല്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരു വല കെട്ടിയിട്ട് ഒരു പുഴു വന്നിട്ട് അങ്ങനെ കീടാക്രമണം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മളത് ഡെയിലി നോക്കി നമ്മൾ ഞാൻ ഇലയിലൊക്കെ ഓസ് വെച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. ഡെയിലി വന്ന് ഓരോ ഇലയും വലുതാകുമ്പോൾ ഓരോ ഇലയും നോക്കിയിട്ട് നമുക്കതിന് എന്തെങ്കിലും ജീവികളെ എന്തെങ്കിലും കാണുവാണെങ്കിൽ വലയൊക്കെ കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെടുത്ത് കളഞ്ഞാൽ ഇതിൽ വേറെ ഒരു തരത്തിലുള്ള കീടബാധയും ഉണ്ടാകാറില്ല. പിന്നെ ഇത് ശീതകാല പച്ചക്കറിയാണ്. ഇതിന് ഒരുപാട് മഞ്ഞ്, നമ്മൾ ശീതകാല പച്ചക്കറി എന്ന് വെച്ചാൽ മഞ്ഞ് സമയത്താണ് മഞ്ഞ് ഏൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഹെഡ് വരുന്നത്. മഞ്ഞ് മാത്രമല്ല, മഞ്ഞ് പോലെ തന്നെ ഇതിന് വെയിലും അത്യാവശ്യമാണ്. മഞ്ഞും വെയിലും ഒരുപോലെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിളയാണിത്. ഞാൻ ടെറസിലാണ് ചെയ്യുന്നത്. നല്ല വെയിലും കിട്ടും, അതുപോലെ തന്നെ ഈ സമയത്ത് മഞ്ഞും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐസ് കട്ട, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം ഇവയൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെയും ശീതകാല പച്ചക്കറികളൊന്നും കൃഷി ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു തൈ വാങ്ങുകയോ, നമ്മുടെ നഴ്സറികളിലൊക്കെ കിട്ടും, വിത്തും കിട്ടും. ഇനിയും താമസിച്ചിട്ടില്ല, ഇപ്പോൾ വാങ്ങി വിത്തിട്ടാലും മതി. വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജിൻ്റെയോ കോളിഫ്ലവറിൻ്റെയോ ടേസ്റ്റ് അല്ല നമ്മൾ വീട്ടിൽ വിളയിച്ചെടുക്കുന്ന ക്യാബേജും കോളിഫ്ലവറും. അത് ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേർക്കൊക്കെ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലാതെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എല്ലാവരും പറയുന്നത് ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റേ അല്ല ഇതിന് ഇത് കഴിക്കുമ്പോഴേ നമുക്കറിയാം നമ്മൾ വാങ്ങുന്നതിൽ എത്രമാത്രം പെസ്റ്റിസൈഡ്സും രാസവളങ്ങളും ഒക്കെ ചേർന്നിട്ടുണ്ടെന്ന് അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എന്ത് ജോലിക്ക് പോകുന്നവരായ ആർക്കായാലും വളരെ ഈസി ആയിട്ട് വീട്ടിൽ നമുക്കൊരു 4-5 ചട്ടിയിലോ ബാഗിലോ വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമ്മൾ ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുന്ന പച്ചക്കറികളെ സ്വന്തമായിട്ട് വീട്ടിൽ ഉത്പാദിപ്പിച്ച് അത് കഴിച്ച് നോക്കണം. അത് കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ്, നമ്മുടെ ആ ഒരു ആത്മസംതൃപ്തി അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾ വെറുതെ കണ്ടാൽ മാത്രം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത ആഴ്ച വളർച്ചയുടെ ഘട്ടങ്ങളൊക്കെ എടുത്തിടും. അതിനുള്ള വളങ്ങൾ എന്തൊക്കെ വളങ്ങൾ ചെയ്യണം അതെല്ലാം ഞാൻ ഓരോ ആഴ്ചയും ഇട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എന്നെ കമൻറ്റിൽ അറിയിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. എൻ്റെ ആദ്യത്തെ 10 മണിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ എൻ്റെ മുൻപത്തെ കൃഷിയിലെ
ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും പടങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് ക്യാബേജും കോളിഫ്ലവറും വീട്ടിൽ വിളയിച്ച് കഴിക്കാൻ പറ്റും. അതിൻ്റെ രുചി വളരെ വ്യത്യാസമാണ്. എല്ലാവരും ചെയ്യണം. ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായം ഇടണം. താങ്ക് യു.